ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. IPLന്റെ മൂന്നാം ദിനമായ ഇന്ന് രാജസ്ഥാൻ റോയൽസും CSKയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തൊട്ടതെല്ലാം പിഴക്കുന്ന കാഴ്ചയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ CSKയുടെ തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. ആദ്യ 3 ഓവറുകളിൽ തന്നെ 3 വിക്കറ്റുകളാണ് CSKയ്ക്ക് നഷ്ടമായത്. T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹീറോ ആയി മാറിയ മലയാളികളുടെ അഭിമാനമായ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ട്രാൻസ്ഫറിലൂടെ CSKയിലെത്തിയ സഞ്ജു സാംസൺ ഇന്ന് വളരെ നിരാശപ്പെടുത്തി. ഒട്ടേറെ പ്രതീക്ഷകൾ നൽകിയ താരത്തിന് 6 റൺസ് മാത്രമാണ് 7 പന്തുകളിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. എന്നാൽ സഞ്ജു സാംസന് പകരം CSK രാജസ്ഥാൻ റോയൽസിന് വിട്ടുകൊടുത്ത രവീന്ദ്ര ജഡേജ ഓവറിൽ തന്നെ ശിവം ദൂബെയെയും സർഫറാസ് ഖാനെയും തുടരെ പുറത്താക്കിയപ്പോൾ അത് ചെന്നൈ സൂപ്പർ കിങ്സിനൊരു ഇരട്ട പ്രഹരമായി. CSK ബാറ്റിംഗ് നിരയെ ഒരു പാർട്ണർഷിപ്പിനും അനുവദിക്കാതെ പിഴവുകളില്ലാത്ത ബൗളിങ്ങും ഫീൽഡിങ്ങുമായിരുന്നു ഇന്ന് രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻസി എടുത്തു പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് മികച്ചു നിന്നത് റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. പലപ്പോഴും അനാവശ്യമായ റിവ്യൂകൾ പോലും നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് CSKയുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞത്. ജോഫ്രെ ആർച്ചർ വെറും 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 ഓവറിൽ 2 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. ആന്ദ്രെ ബർഗർ 4 ഓവറിൽ വെറും 26 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും സ്വന്തമാക്കി. ബ്രിജേഷ് ശർമ്മ 3 ഓവറിൽ 17 റൺസിന് 1 വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ രവീന്ദ്ര ജഡേജ 3 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടി. സന്ദീപ് ശർമ്മയും രവി ബിഷ്ണോയും ഓരോ വിക്കറ്റുകളും നേടിക്കൊണ്ട് CSKയുടെ പതനം പൂർണ്ണമാക്കി. 19.4 ഓവറിൽ 127 റൺസിന് ചെന്നൈ ബാറ്റിംഗ് നിര കൂടാരം കയറുന്ന അതിദയനീയ കാഴ്ചയാണ് ഗുവാഹത്തിയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ സർഫറാസ് ഖാൻ 17ഉം കാർത്തിക് ശർമ്മ 18 റൺസ് എടുത്തപ്പോൾ 43 റൺസ് എടുത്തുകൊണ്ട് ജാമി ഓവർട്ടൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് സ്കോററായി. എന്നാൽ വളരെ പ്രയാസപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയ 127നെ രാജസ്ഥാൻ റോയൽസ് മറികടന്നത് വെറും 73 പന്തുകളിൽ നിന്നാണ്. ആദ്യം വിക്കറ്റ് വേട്ടയിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ എറിഞ്ഞിട്ട രാജസ്ഥാൻ റോയൽസ് ബാറ്റിങ്ങിനെത്തിയപ്പോൾ 6ന്റെയും 4ന്റെയും റൺമഴകളായിരുന്നു പിന്നീട് കണ്ടത്. ഏറ്റവും കൂടുതൽ അപകടകാരിയായി മാറിയത് വൈഭവ് സൂര്യവംശി തന്നെയായിരുന്നു. വൈഭവ് സൂര്യവംശി എന്ന 15കാരന്റെ ബാറ്റിംഗ് ചൂടറിയാതെ ഒരു ബൗളറും കടന്നുപോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറും 15 പന്തുകൾ നേരിട്ട് ഒരു അതിവേഗ 50 ഇന്ന് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വൈഭവ് സൂര്യവംശി നേടിയത്. 5 അത്യുജ്വല 6കളും 4 4കളും അടങ്ങുന്നതായിരുന്നു സൂര്യവംശിയുടെ ഇന്നിംഗ്സ്. 36 പന്തുകളിൽ 38 റൺസുമായി ജയ്സ്വാളും 11 പന്തിൽ 14 റൺസുമായി ക്യാപ്റ്റൻ റിയാൻ പരാഗും പുറത്താകാതെ നിന്നപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസിന് 8 വിക്കറ്റിന്റെ ഏകപക്ഷീയ വിജയം. വൈഭവ് സൂര്യവംശി 50ലേക്ക് എത്തിയത് 0 റൺസിൽ നിൽക്കുമ്പോൾ വീണുകിട്ടിയ ഒരവസരം മുതലെടുത്തുകൊണ്ടായിരുന്നു. മാറ്റ് ഹെൻറിയുടെ ആദ്യ ഓവറിന്റെ 3ാം പന്തിൽ വൈഭവ് സൂര്യവംശി ഉയർത്തിയടിച്ചപ്പോൾ അത് കൈകളിലൊതുക്കാൻ കഴിയാതെ പോയി ചെന്നൈ സൂപ്പർ കിങ്സ് ഫീൽഡേഴ്സിന്. 14 കോടികൾക്ക് മുകളിൽ വിളിച്ചെടുക്കപ്പെട്ട കാർത്തിക് ശർമ്മയായിരുന്നു ആ ക്യാച്ച് അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഒരുപക്ഷെ ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ മത്സരം ഒന്നുകൂടി ആവേശകരമായിരുന്നു എന്നതിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് സംശയമില്ല. ആദ്യ മത്സരം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഇത്തരം വലിയ ഒരു ബാറ്റിംഗ് തകർച്ച ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായും ബാറ്റിങ്ങിലെയും ബൗളിങ്ങിലെയും ഫീൽഡിങ്ങിലെയും പിഴവുകൾ തിരുത്തിക്കൊണ്ട് അടുത്ത മത്സരങ്ങൾക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആരാധകർ കണക്കാക്കുന്നത്. അത്തരത്തിലൊരു മികച്ച പ്രകടനത്തിലൂടെ 2ാം മത്സരത്തിൽ തിരിച്ചു വരാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.